ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് ഡെയിലി മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ, മെസ്സഞ്ചറിലൊക്കെ. എൻ്റെ കേക്കിന് ഇത്രയും ഹൈറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, ഇത്രയും ഓർഡർ കിട്ടുന്നത് എങ്ങനെയാണ്, പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡൗട്ടും കാര്യങ്ങളും കേട്ടോ. അപ്പം എനിക്ക് ഡെയിലി ഓർഡറൊന്നും ഇല്ല കേട്ടോ, എനിക്ക് വല്ലപ്പോഴൊക്കെയാണ് കിട്ടുന്നത്. മാസത്തിൽ ഒരു 5-6 ഓർഡറൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ആ കിട്ടുന്ന ഓർഡറുകൾ ഞാൻ ഒരു കേക്കിൻ്റെ ആയാലും 1, 2, 3 വീഡിയോ ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ടെന്നൊന്നും ആരും വിചാരിക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സായിട്ടൊക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കേക്കിന് എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ കേക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷമാണേ. അപ്പം നമ്മൾ ആദ്യകാലത്തൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയിട്ട് രണ്ടുപേരും സേവ് ചെയ്യുക. അപ്പോൾ മാത്രമാണല്ലോ സ്റ്റാറ്റസ് കാണാൻ പറ്റുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ആദ്യകാലത്തൊക്കെ നമ്മളെല്ലാവരുടെ അടുത്തും പറയണം, നമ്മൾ ആരെ പരിചയപ്പെട്ടാലും പറയണം, ഇങ്ങനെ കേക്കൊക്കെ ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ പറയണേ എന്നൊക്കെ പറഞ്ഞ് നമ്പർ കൊടുത്ത് അങ്ങനെ സേവ് ചെയ്യണം. പിന്നെയെന്ന് വെച്ചാൽ, നമുക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സായിട്ടുള്ളവരോ നമ്മൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കേക്കുകൾ, ഇത് ശ്രദ്ധിച്ച് കേക്കുകളുടെ ഫോട്ടോസ് എടുത്തിട്ട് അവരെ അനുവാദത്തോടു കൂടി നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കാം. കാര്യം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡൽ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന കേക്കുകൾ കേട്ടോ. അല്ലാതെ ഹൈ ലെവലിലുള്ള വർക്കൊക്കെ വരുന്ന കേക്കുകൾ എടുത്തിട്ട് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അപ്പോഴത്തന്നെ നമ്മളെ കച്ചവടം പൂട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള കേക്കുകളുടെ ഫോട്ടോസുകൾ എടുത്ത് സ്റ്റാറ്റസ് ഇടുക. അവർ അനുവാദത്തോടെ വേണം ഇടാം. പിന്നെ അല്ലാതുള്ള സോഷ്യൽ മീഡിയയിലൊന്നും ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കേക്കുകളെടുത്ത് പോസ്റ്റ് ചെയ്യരുത്. അതായത് ഇൻസ്റ്റ, ഫേസ്ബുക്കിലൊന്നും ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് പോസ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. കാര്യം മറ്റൊരാൾ ചെയ്ത എഫേർട്ടിനെ എടുത്ത് ഒരിക്കലും നമ്മുടെ ക്രെഡിറ്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടേയിരിക്കണം. കാര്യം എപ്പോഴും നമ്മളിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമാണ് അവർ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് നിങ്ങളുടെ അടുത്തു നിന്ന് തന്നെ ഒരാൾക്ക് ഒരു ഓർഡർ വരണം. അപ്പം നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണല്ലോ അല്ലെങ്കിൽ ഇന്നതാണല്ലോ, അവരുടെ അടുത്തൊന്ന് ഓർഡർ ചെയ്യാം. അപ്പം നമുക്ക് ഒരു ഓർഡർ തരുമ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ നല്ല ടേസ്റ്റോട് കൂടി നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് ആദ്യമൊക്കെ ഇത്തിരി നഷ്ടം വന്നാലും നമ്മൾ ചെയ്യുന്ന വർക്ക് നന്നായിട്ട് തന്നെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ളൂ ടിപ്പ്, അല്ലാതെ പ്രത്യേകിച്ച് ടിപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.